വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം എന്ന ചാപ്റ്ററിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സും അടുത്ത് വരുന്ന ക്ലാസ് കൂടെ കൊണ്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതുവരെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പഠിച്ചു. ഇല്ല, കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് വരുന്ന ആൽക്കോക്സി ഗ്രൂപ്പിനെ പറ്റി പഠിച്ചു, ഹാലോ ഗ്രൂപ്പിനെ പറ്റി പഠിച്ചു, അതുപോലെ തന്നെ കീറ്റോ ഗ്രൂപ്പിനെ പറ്റിയിട്ടും പഠിച്ചു. അവരുടെ പേര് വരുന്ന രീതികൾ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യുക, ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് നെയിമിങ്ങിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഇനി പറയുന്ന ഇന്നത്തെ ക്ലാസ് കാണാവൂ. അതായത് നമുക്ക് ആരോമാറ്റിക് കോമ്പൗണ്ട് കുഴപ്പമില്ല, ഐസോമെറിസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റിയിട്ടും അതുപോലെ നമ്മൾ ആദ്യം പഠിച്ച ബ്രാഞ്ചഡ് ചെയിനുകളെ നെയിമിംഗ് കൊടുക്കുന്ന രീതികളെ പറ്റിയിട്ടും വ്യക്തമായിട്ടൊരു ഡൗട്ട് പോലും ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്തായിരിക്കണം, സെറ്റായിരിക്കണം. എന്നാൽ മാത്രമേ ഐസോമെറിസം പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ അവിടെ കൺഫ്യൂഷൻ അടിക്കും, മൊത്തത്തിനിപ്പോൾ കുളമാവും. അതാകണ്ട എങ്കിൽ എന്ത് ചെയ്യണം, ആ നെയിമിംഗ് എന്ന് പറയുന്ന നിയമങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേപ്പർ എടുത്തിട്ട് ഈ പറയുന്ന ഒരു കോളം ഉണ്ടാക്കിയിട്ട് അതിലാദ്യം നമ്മൾ നെയിമിങ്ങിന് ബ്രാഞ്ചഡ് ചെയിൻ വന്നാൽ എന്താണ് നെയിമിങ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതടുത്ത് നമ്മൾ പറഞ്ഞ ഓരോ കേസുകളായിട്ട് എന്ത് ചെയ്യണം, ഒരു കോളം വരച്ചിട്ട് ഒരു ടേബിളാക്കി നിങ്ങൾ എന്ത് ചെയ്യണം. ഓക്കെ, പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ടേബിൾ വെച്ചിട്ടൊരു ക്ലാസ് അവസാനം തരാം. പക്ഷേ തൽക്കാലം ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് അത് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരോമാറ്റിക് കോമ്പൗണ്ടുകളെ പറ്റിയിട്ടാണ്. ആരോമാറ്റിക് കോമ്പൗണ്ടിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ടേബിൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ ടേബിൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യാനായിട്ട് കുറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇവിടെ കിടന്ന് വിശദീകരിച്ച് സമയം ഞാൻ വെറുതെ കളയുന്നില്ല. നമ്മൾ നേരെ എങ്ങോട്ട് പോവുകയാണ്, ആരോമാറ്റിക് കോമ്പൗണ്ടുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കൊല്ലം നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ടുകളെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മയുണ്ടല്ലോ എന്നാണ് ടെക്സ്റ്റ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, കഴിഞ്ഞ വർഷം പഠിച്ചത്? നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകളെ 3ആയിട്ട് തിരിച്ചു അല്ലേ? ആലിഫാറ്റിക്, ആലിസൈക്ലിക്, ആരോമാറ്റിക്. അതിൽ ഈ തന്നേക്കുന്ന സാധനം ഏതാണെന്ന് അവിടുത്തെ ചോദ്യം. എത്ര പേർക്കറിയാം ഈ തന്നേക്കുന്ന എന്തുവാണെന്ന്? ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്തേ. ഈ തന്നേക്കുന്ന എന്താണ്? ഇത് ആലിഫാറ്റിക് ആണോ, ആലിസൈക്ലിക് ആണോ, ആരോമാറ്റിക് ആണോ? മൊത്തത്തിൽ പോയല്ലേ? സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ഇന്നലെ വരെ പഠിച്ചുകൊണ്ടിരുന്ന ഇങ്ങനത്തെ സ്ട്രൈറ്റ് ചെയിൻ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ആലിഫാറ്റിക് എന്ന് വിളിക്കുന്നത്. ഇതേ സ്ട്രൈറ്റ് ചെയിൻ ചില കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ വീണ്ടും കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പരസ്പരം ചേർന്നിട്ട് ഒരു റിങ് പോലെ ഫോം ചെയ്താൽ അത് നമ്മൾ ആലിസൈക്ലിക് എന്ന് വിളിക്കും. അതായത് ഈ സൈക്ലിക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പുതിയ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ അവിടെ വരുന്നില്ല. ഒരു സാധാരണ സ്ട്രൈറ്റ് ചെയിൻ തന്നെ എന്ത് ചെയ്യുന്നു, ഒന്ന് റൗണ്ടായിട്ട് വന്നാൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ആലിസൈക്ലിക് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതുപോലത്തെ പ്രത്യേക രീതിയിലുള്ള റിങ് സ്റ്റേബിൾ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ആരോമാറ്റിക് എന്ന് വിളിക്കുന്നത്. പേര് പറയുന്നത് പോലെ തന്നെ അവർക്ക് അവരുടേതായ ഒരു ക്യാരക്ടറിസ്റ്റിക് മണവും ഉണ്ട്. അപ്പോൾ അത്തരം കോമ്പൗണ്ടുകളാണ് ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ. അപ്പോൾ ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ ഇതുപോലെയുള്ള റിങ്ങുകൾ കാണും. റിങ് കണ്ട് ആൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട് വരുന്ന ഇത്തരം റിങ്ങുകൾ നമ്മൾ തന്നെ ബെൻസീൻ റിങ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബെൻസീൻ റിങ് വരുന്ന ഇത്തരം കോമ്പൗണ്ടുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോമാറ്റിക്കിനെ പറ്റിയിട്ട് അധികം ഒന്നും പഠിക്കാനില്ല. രണ്ട് കാര്യം പഠിച്ചാൽ മതി. ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ബെൻസീൻ റിങ്. ബെൻസീൻ റിങ്ങിൽ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട് ഉണ്ടാവും, റെസൊണൻസ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് പഠിക്കും. ഇങ്ങനെയുള്ളൊരു ആരോമാറ്റിക് കോമ്പൗണ്ടിൽ ഒരു OH വന്ന് ചേർന്നാൽ, OH ഹൈഡ്രോക്സിൽ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ OH എന്ന് പറയുന്നത് എന്തുവാണെന്നുള്ള സാധനം. അങ്ങനെ ഒരു ഹൈഡ്രോക്സിൽ വന്ന് ചേർന്നാൽ അതിന് നമ്മൾ ഫിനോൾ എന്ന് വിളിക്കും. ഇത് വിളിക്കും ഫിനോൾ. സ്ട്രക്ചർ തന്നിട്ട് പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതേപോലെയുള്ള ഒരു ബെൻസീൻ റിങ്ങിൽ ഒരു COOH, എന്തുവാണ് COOH, കാർബോക്സിൽ അല്ലേ? കാർബോക്സിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമ്മളതിനെ എന്ത് വിളിക്കും, ബെൻസോയിക് ആസിഡ് എന്നും വിളിക്കും. രണ്ട് കാര്യം മാത്രമേ ആരോമാറ്റിക്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ തന്നിട്ടുള്ളത് എന്താണ്, അതൊരു ആരോമാറ്റിക് കോമ്പൗണ്ടാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ പേര് ബെൻസീൻ എന്നാണ്. അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താണത്? C ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട് ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ. കണ്ടോ, എൻ്റെ ബെൻസീൻ ഫോർമുല C6H6 ആണ്. C6H6 ആണ് എന്താ അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിളാണ് ടൊളുവിൻ, C7H8. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നോട്ട് അറിയാമല്ലോ, ടെലഗ്രാമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ട് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ നോട്ടിനകത്ത് ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. മറന്നുപോയിട്ടുള്ളത് നമ്മുടെ ബുദ്ധിമാന്മാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആലിഫാറ്റിക് എന്താണെന്നും ആലിസൈക്ലിക് എന്താണെന്നും ആരോമാറ്റിക് എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇനി മറന്നുപോയവന്മാർ അവിടെ പോയി വായിച്ചു. അതിലാദ്യം വരുന്നതാണ് എന്ത്, ബെൻസീൻ. കണ്ടോ, C6H6. ഈ പറയുന്ന റിങ് ആൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് വരും. അത് ആരോമാറ്റിക് ആണ്. അതിനൊരു പ്ലസൻറ്റ് സ്മെല്ല് ഉണ്ട്, വളരെയധികം സ്റ്റേബിളാണ്.
അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു ആരോമാറ്റിക് ബെൻസീൻ റിങ്ങിലോട്ട് ഒരു OH ഗ്രൂപ്പ് വന്ന് ചേരുമ്പോൾ കിട്ടുന്നതാണ് ഫിനോൾ. എന്താണ്? ഫിനോൾ ഈസ് എ കോമ്പൗണ്ട് ഒബ്റ്റൈൻഡ് വെൻ എ ഹൈഡ്രജൻ ആറ്റം ഇൻ എ ബെൻസീൻ ഈസ് റീപ്ലേസ്ഡ് വിത്ത് എ OH ഗ്രൂപ്പ്. അത്തരത്തിലുള്ള ഒരു ബെൻസീനിൽ ഈ ഒരു OH ഗ്രൂപ്പ് വരുമ്പോൾ, ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു OH വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ് ഫിനോൾ. ഇനി അതേപോലെയുള്ള ബെൻസീൻ റിങ്ങിൽ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ഒരു COOH, എന്തുവാണ്? ഒരു COOH വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബെൻസോയിക് ആസിഡ് കിട്ടുന്നത്, അല്ലേ? ഓയിക് ആസിഡ് COOH നമ്മൾ പഠിച്ചതാണ്, അല്ലേ? നെയിം പഠിച്ചപ്പോൾ. അപ്പോൾ എന്ത് കിട്ടും? ബെൻസോയിക് ആസിഡ് കിട്ടും. എന്ത് കിട്ടും? ബെൻസോയിക് ആസിഡ് കിട്ടും. ആരോമാറ്റിക്കിനെ പറ്റി ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ ആൾ വരുന്നത്, ഐസോമെരിസം. എന്തുവാണ്? ഐസോമെരിസം. ഇത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ഈ മെരിസം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വിജയ് അണ്ണൻ്റെ ഒരു പടം ഉണ്ടല്ലോ, മെരസൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, മെരസൽ എന്ന് പറയുന്ന സിനിമ. ആ മെരസൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എന്താ, അവിടെ കാണാൻ ഒരുപോലെയുള്ള രണ്ട് വിജയുണ്ട്. പക്ഷെ രണ്ടുപേരുടെയും സ്വഭാവവും ജോലിയും ഒക്കെ ഡിഫറൻ്റ് ആണ്, അല്ലേ? ഒരാൾ ഡോക്ടറാണ്, ഒരാൾ മജീഷ്യനാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ മെരസൽ സിനിമ അങ്ങ് ആലോചിച്ചാൽ മതി. അവിടെ എന്താ പറ്റുന്നത്? ഒരുപോലെയുള്ള രണ്ട് പേര്, പക്ഷേ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആണ്. ഈ ഐസോമെരിസം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പക്ഷേ അവരുടെ ഫിസിക്കലും കെമിക്കലും പ്രോപ്പർട്ടീസ് വ്യത്യസ്തമായിരിക്കും. എന്തുവാണ്? സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പക്ഷേ അവരുടെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐസോമർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടുത്തെ രണ്ട് വിജയണ്ണന്മാർ നമ്മൾ ഐസോമർ എന്ന് വിളിക്കും. ഈ പ്രോപ്പർട്ടി നമ്മൾ ഐസോമെരിസം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഐസോമെരിസം എന്ന് വിളിക്കും. അപ്പോൾ മെരസൽ ഓർത്ത് വെച്ചാൽ ഐസോമെരിസം നമുക്ക് എന്താണെന്ന് കിട്ടും. മെരസലിൽ രണ്ടുപേര് കാണാൻ ഒരുപോലെ, പക്ഷേ പ്രോപ്പർട്ടീസ് ഡിഫറൻറ്റ്. ഐസോമെരിസത്തിൽ ഒരേ മോളിക്കുലാർ ഫോർമുല, അപ്പോൾ കാണാൻ മോളിക്കുലാർ ഫോർമുല വൈസ് ഒരുപോലെയെങ്കിലും അവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. പല രീതിയിലുള്ള ഐസോമെരിസങ്ങൾ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ടെക്സ്റ്റിൽ എക്സാമ്പിളിലോട്ട് വരാം. ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട്, നോക്കടാ. ഇവിടെ തന്നിട്ടുള്ളതിൽ ഒരുപോലെ മോളിക്കുലാർ ഫോർമുല വരുന്നത് ആർക്കൊക്കെ ആയിരിക്കും? ഈ 1നും 4നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1, 2, 3, 4, 1, 2, 3. ഓക്കെ, 1, 2, 3, 4 3. അപ്പോൾ രണ്ടിടത്തും കാർബണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3. കാർബണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3. ഹൈഡ്രജൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3, 3, 6, 1, 7. ഇവിടെയും എത്രയാണ്? 3, 2, 4, 4 അല്ലേ? 3, 4, 5, 6, 7. രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല C3H7Cl, C3H7Cl. പക്ഷേ രണ്ടും ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം ഇവർ രണ്ടുപേരുടെയും ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? രണ്ടിലെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ക്ലോറിനാണ്. പക്ഷേ ഇവരുടെ IUPAC നെയിം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും വ്യത്യാസം. ഇവൻ്റെ പേരെന്താ? മെത്ത് പ്രൊപ്പ്, അല്ലേ? മെത്ത് പ്രൊപ്പ്. അപ്പോൾ 2 ക്ലോറോ പ്രൊപ്പൈൻ, 2 ക്ലോറോ പ്രൊപ്പൈനാണ് ഇത് ഇവൻ്റെ പേര്. എന്നാൽ ഇവൻ്റെ പേരെന്തുവാണ്? ഇത് 1 ക്ലോറോ പ്രൊപ്പൈൻ. അപ്പോൾ രണ്ടും എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള ആളല്ലേ? അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഈ രണ്ട് ആൾക്കാർ, 1 ക്ലോറോ പ്രൊപ്പൈനും 2 ക്ലോറോ പ്രൊപ്പൈനും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരല്ലേ? അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് ഒരുപോലെയാണെങ്കിലും അവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ആണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഐസോമർ എന്ന് വിളിക്കുന്നത്. ഐസോമർ എന്ന് വിളിക്കുന്നത്. സോ ദ കോമ്പൗണ്ട് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല ആൻഡ് ഡിഫറൻറ്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഐസോമേഴ്സ്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഐസോമെരിസം. ഐസോമെരിസം പ്രധാനമായിട്ടും ഒരു 4 രീതിയിലാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ചെയിൻ ഐസോമെരിസം, പൊസിഷൻ ഐസോമെരിസം, ഫങ്ഷണൽ ഐസോമെരിസം, മെറ്റാമെരിസം. നമ്മളതിൽ ഇന്നത്തെ ക്ലാസ്സിൽ ചെയിൻ ഐസോമെരിസവും പൊസിഷൻ ഐസോമെരിസവും പഠിക്കും. ഫങ്ഷണലും മെറ്റാമെരിസവും അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ചെയിൻ ഐസോമെരിസം വളരെ സിമ്പിളാണ്. ചെയിൻ ഐസോമെരിസത്തിൻ്റെ ആദ്യത്തെ അക്ഷരം C ആണ്. അപ്പോൾ കാർബൺ ചെയിനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ഐസോമെരിസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചെയിൻ ഐസോമെരിസം എന്ന് വിളിക്കുന്നത്. കാർബൺ ചെയിനിൻ്റെ വ്യത്യാസത്തിലുണ്ടാകുന്ന ഐസോമെരിസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചെയിൻ ഐസോമെരിസം എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്ക്, ഇവിടെ രണ്ടിടത്തും കാർബണിൻ്റെ എണ്ണം 4 ആണ്. പക്ഷേ രണ്ടിൻ്റെയും ഒരേപോലത്തെ ചെയിൻ ആണോ? അല്ല. ചെയിൻ എന്താണ്? ഡിഫറൻ്റ് ആണ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചെയിൻ ഐസോമെരിസം എന്ന് പറയുന്നത്. അതായത് കാർബൺ ചെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. നമുക്ക് എക്സാമ്പിളിലോട്ട് വരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു C3CH2CH2CH3,
CH3 CH3 കാണുന്നുണ്ട്. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല. അല്ലേ, രണ്ടുപേരുടെ മോളിക്കുലർ ഫോർമുല എന്ന് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ ആളുടെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് കാർബണിൻ്റെ എണ്ണം എത്രയാണ്? 1 2 3 4 4 ഹൈഡ്രജൻ്റെ എണ്ണം എത്രയാണ്? 3 3 6 6 4 10. രണ്ടാമത്തെ ആളുടെ കേസിൽ മാറ്റമൊന്നുമില്ല. കാർബണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4, ഹൈഡ്രജൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10. സോ രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല എന്താണ്? സെയിം ആണ്. അപ്പോൾ രണ്ടുപേരും ഐസോമർ ആണ്. പക്ഷേ വാട്ട് ഈസ് ദ പെക്യുലിയാരിറ്റി ഇൻ ദ മോളിക്കുലർ ഫോർമുല? മോളിക്കുലർ ഫോർമുല സെയിം ആണ് അവിടെ. പക്ഷേ IUPAC നെയിം ഒന്ന് എഴുതി നോക്കിയേ. IUPAC നെയിം എഴുതുമ്പോൾ ആദ്യത്തെ ആളുടെ പേര് മെത്ത് പ്രൊപ്പ് ബ്യൂട്ടൈൻ എന്ന് വരും. എന്ത് വരും? ബ്യൂട്ടൈൻ എന്ന് വരും. രണ്ടാമത്തെ ആണെങ്കിൽ എന്തായിരിക്കും? മെത്ത് പ്രൊപ്പ് 2 മീഥൈൽ പ്രൊപ്പൈൻ എന്ന് വരും. എന്ത് വരും? 2 മീഥൈൽ പ്രൊപ്പൈൻ എന്ന് വരും. എന്ത് വരും? 2 മീഥൈൽ പ്രൊപ്പൈൻ. കണ്ടോ, ഫസ്റ്റ് ആളുടെ കേസ് വന്നപ്പോഴത്തേക്കും മെത്ത് പ്രൊപ്പ് ബ്യൂട്ടൈൻ എന്ന് വന്നു. ഇവിടെ ആണെങ്കിലോ മെത്ത് പ്രൊപ്പ്. ഇവിടെ കിടക്കുന്നത് എന്താണ്? അത് നമ്മുടെ ആൽക്കോക്സി ഗ്രൂപ്പാണ്, അല്ലേ? ബ്രാഞ്ച്. അതാണ് ഞാൻ പറഞ്ഞത്. ഐസോമറിസം പഠിക്കുന്നതിന് മുമ്പ് നെയിമിങ് വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ കിടന്ന് കൺഫ്യൂഷൻ അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവൻ്റെ പേരെന്താണ്? രണ്ടാമത്തെ പൊസിഷനിലാണ് മെത്തോക്സി ഇരിക്കുന്നത്, മീതയിൽ ഇരിക്കുന്നത്. അപ്പോൾ 2 മീതയിൽ പ്രൊപ്പൈൻ എന്ന് വരും. അപ്പോൾ മോളിക്കുലാർ ഫോർമുല സെയിം ആണെങ്കിലും രണ്ടുപേരുടെ പേര് തന്നെ എന്താണ്? ഡിഫറൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ചെയിനിലാണ്, അല്ലേ? നമ്മൾ കാർബൺ മാത്രമായിട്ട് എഴുതി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ മെത്ത് പ്രൊപ്പ് ബ്യൂട്ട്. രണ്ടാമത്തെ ആണെങ്കിലോ മെത്ത് പ്രൊപ്പിൻ്റെ രണ്ടിനകത്താണെങ്കിൽ മറ്റൊന്നും. അപ്പോൾ ചെയിനിലുണ്ടാകുന്ന വ്യത്യാസം കാരണം ഉണ്ടാകുന്നതാണ് എന്താ? ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നത്. അപ്പോൾ ചെയിനിൽ C ഉണ്ട്. C വെച്ച് കാർബൺ ചെയിനിലുണ്ടാകുന്ന വ്യത്യാസം ഒന്ന് ഓർത്ത് വയ്ക്കാം. ദ കോമ്പൗണ്ട് ദാറ്റ് ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫർ ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ കാർബൺ ചെയിൻ ആർ കാൾഡ് ചെയിൻ ഐസോമേഴ്സ്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ചെയിൻ ഐസോമറിസം. ഇവർ ചെയിൻ ഐസോമർ എന്ന് വിളിക്കും, ചെയിൻ ഐസോമറിസം എന്ന് ചോദിക്കും. പരീക്ഷയ്ക്ക് ഇതുപോലെ പേര് തന്നിട്ട് ഇവർ എന്ത് ഐസോമറിസമാണ് കാണിക്കുന്നത് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വരാം. ആണെന്ത്? ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ ഐസോമറിസം? മെരിസം എന്ന് വെച്ചാൽ മെരസൽ സിനിമയിൽ വിജയ് 2 എണ്ണം. കാണാൻ ഒരുപോലെയെങ്കിലും സ്വഭാവം വ്യത്യാസം. സിമിലർലി എന്ത് പറ്റുന്നു? ഐസോമറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണാൻ ഒരുപോലെ എന്നുള്ളത് നമ്മളിവിടെ സെയിം മോളിക്കുലർ ഫോർമുല എന്ന് പറയും, അല്ലേ? സെയിം മോളിക്കുലർ ഫോർമുല കാണിക്കുകയും ഡിഫറൻറ്റ് ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഐസോമെരിസം എന്ന് വിളിക്കുന്നത്. ഐസോമെരിസം പല ടൈപ്പ് ഉണ്ട്. അതിലാദ്യം പഠിച്ചത് ചെയിൻ ഐസോമെരിസമാണ്. ചെയിൻ എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം C എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ചെയിനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ഐസോമറിസത്തിനെയാണ് നമ്മൾ ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നത്. ചെയിൻ ഐസോമറിസം മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കാർബൺ ചെയിൻ വെച്ചിട്ട് എഴുതുന്ന രീതി എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് ഇതുപോലെ ചെയിനുകൾ തന്നിട്ട് ഇതിനകത്ത് ഏത് ഐസോമറിസം എന്ന് ചോദിക്കും. അവിടെയാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. വ്യക്തമായി മനസ്സിലാക്കി പോയില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നതാണെന്ത്? പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം പഠിക്കുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുക. പൊസിഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇതിവിടെ നോക്കിയോ. മെത്ത് പ്രൊപ്പ് ഇവിടെ ഒരു OH, മെത്ത് പ്രൊപ്പ് ഇവിടെ ഒരു OH. രണ്ടിടത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് രണ്ടുപേർക്കും ഉള്ളത്. കാരണം എന്താണ്? അവിടെ രണ്ടുപേരുടെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് നോക്കണ്ട, സെയിം ആയിരിക്കും. പക്ഷേ എന്താ വ്യത്യാസം? OH-ലുണ്ടാകുന്നതാണ് വ്യത്യാസം. അല്ല, ഇവൻ്റെ പേരെന്തായിരിക്കും? മെത്ത് പ്രൊപ്പ്. അല്ലേ, ഇവൻ്റെ പേരെന്താണ്? മെത്ത് പ്രൊപ്പ്. പ്രൊപ്പൻ 1 ഓൾ അല്ലെ, പ്രൊപ്പൻ 1 ഓൾ എന്ന് നമുക്ക് ഇവനെ വിളിക്കാം. ഇവനാണെങ്കിലോ മെത്ത് പ്രൊപ്പ്, അല്ലെ, പ്രൊപ്പൻ 2 ഓൾ എന്ന് വരും. പേര് കാണുന്ന വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? മറ്റവന് ആദ്യത്തവൻ്റെ പേരെന്താണ്? മെത്ത് പ്രൊപ്പ്. OH ആകുമ്പോൾ ഓൾ വരുമല്ലോ, അപ്പോൾ പ്രൊപ്പൻ 1 ഓൾ. മെത്ത് പ്രൊപ്പ് പ്രൊപ്പൻ 2 ഓൾ. കണ്ടോ, രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല C3H8O ആയിരിക്കും, പക്ഷേ അവരുടെ പൊസിഷൻ എന്ന് പറയുന്ന വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും പൊസിഷൻ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ, അതായത് ഈ പറയുന്ന OH, CHO അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഈ വ്യത്യാസം വരുമെന്ന് ചോദിക്കും. അവിടെയാണ് വ്യത്യാസം. പൊസിഷൻ ഐസോമറിസത്തിനകത്തുള്ളൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പൊസിഷൻ ഐസോമറിസം എന്താണെന്ന് പറയാമല്ലോ, അല്ലേ? വെൻ 2 കോമ്പൗണ്ട് ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ബട്ട് ഡിഫറൻറ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ആർ കോൾഡ് പൊസിഷൻ ഐസോമറിസം. പൊസിഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ആരുടെ പൊസിഷനിൽ? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഉണ്ടാകുന്ന ഐസോമറിസം. അതെല്ലാവർക്കും മനസ്സിലാവും, ഓക്കെ ആവും. ഇനി പറയാൻ പോകുന്നതിലാണ് പ്രശ്നം. ഇവിടെ ഈ പറയുന്ന പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ച ഏത്? ഹൈഡ്രോക്സി, ആൽഡിഹൈഡ്, കീറ്റോണ്, ഈതർ, ഇത് മാത്രമല്ല, നമ്മുടെ ബോണ്ടുകളുണ്ടല്ലോ. ഏത്? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ടല്ലോ. ഈ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടിനെയും നമ്മളിവിടെ എന്തായിട്ട് കണക്കാക്കണം? ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് കണക്കാക്കണം. കൺഫ്യൂഷൻ വന്നത് ഇവിടെ നോക്കിക്കോ. ഈ 2 കോമ്പൗണ്ട് നോക്കിക്കോടാം. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2,
CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇവർ രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല എഴുതി നോക്കിയാൽ നമുക്ക് രണ്ടും എന്ത് തന്നെ കിട്ടും, ഒന്ന് തന്നെ എന്ന് കിട്ടും. ഇവിടെ നോക്കിക്കോ, ഇവിടുത്തെ രണ്ടുപേരുടെ മോളിക്കുലർ ഫോർമുല നമുക്ക് എഴുതി നോക്കാം. നോക്കിയേ, മോളിക്കുലർ ഫോർമുല രണ്ടു പേർക്ക് എത്രയാണ്, C4H8 ആണ്. എത്രയാണ്, C4H8 ആണ് അല്ലേ. ഇനി നോക്ക്, കാർബൺ 1 2 3 4, 1 2 3 4. ഹൈഡ്രജൻ എത്ര, 3 4 5 6 7 8 8. ഇപ്പുറത്തും എത്ര തന്നെയാണ്, 3 4 5 6 7 8. പക്ഷേ രണ്ടുപേരുടെയും എന്താ വ്യത്യാസം, ഡബിൾ ബോണ്ടും ഉള്ള പൊസിഷനിലാണ് വ്യത്യാസം. പൊസിഷന് വ്യത്യാസം വന്നാൽ അത് എന്ത് തന്നെയാണെന്ന് ഓർത്തുകൊള്ളണം, പൊസിഷൻ ഐസോമെറിസം ആണെന്ന് ഓർത്തുകൊള്ളണം, പരീക്ഷയ്ക്ക് മറന്നു പോകരുത്. ഒന്നാമത്തെ പേര് എഴുതി നോക്കിയേ, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് അല്ലേ, ബ്യൂട്ടാണ്. അതിൽ 1ലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്യൂട്ട് 1 ENE, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE, നെയിമിങ് മറന്നു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ആണെങ്കിലോ സെക്കൻഡ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട്, അപ്പോൾ ബ്യൂട്ട് 2 ENE. അപ്പോൾ ബ്യൂട്ട് 1 ENEയും ബ്യൂട്ട് 2 ENEയും മോളിക്കുലാർ ഫോർമുല ഒന്നാണെങ്കിലും അവരുടെ സ്വഭാവം ഒന്നായിരിക്കുമോ, അല്ല. സോ ദേ ആർ ഓൾസോ പൊസിഷൻ ഐസോമേഴ്സ്. മറ്റൊരു എക്സാമ്പിൾ, ട്രിപ്പിൾ ബോണ്ട് വരുന്ന കേസ്. ഇവിടെ നോക്ക്, CH3 CH2 CH, CH3 CH3. രണ്ടിലെയും മോളിക്കുലർ ഫോർമുല എഴുതി നോക്ക്. കാർബണിൻ്റെ എണ്ണം 4 തന്നെ, ഹൈഡ്രജൻ എണ്ണം നോക്ക്, 3 2 5 5 1 6, 3 3 6. സോ രണ്ടുപേരുടെയും കെമിക്കൽ ഫോർമുല എന്താണ്, C4H6. പക്ഷേ വ്യത്യാസം എന്താണ്, ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷനിങ് ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് അല്ലേ കാർബൺ ആറ്റത്തിൽ തന്നെയാണ് എന്തുള്ളത്, ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ബ്യൂട്ട് 1 ഈനെന്ന് കൊടുക്കാം. ഇവിടെ ആണെങ്കിലോ രണ്ടാമത്തിലാണ്, അപ്പോൾ ബ്യൂട്ട് 2 ഈനെന്ന് കൊടുക്കണം. അപ്പോൾ രണ്ടുപേരുടെയും പൊസിഷൻ എന്ന് പറയുന്നത്, രണ്ടുപേരുടെയും കെമിക്കൽ ഫോർമുല മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് സെയിം ആണെങ്കിലും അവരുടെ പൊസിഷൻ വ്യത്യാസമാണ്. അപ്പോൾ ഇതും എന്താണ്, പൊസിഷൻ ഐസോമെറിസത്തിൽ വരുന്നതാണെന്ന് ആലോചിച്ചിട്ട്, അതാണ് ഇവിടെ പെയർ 1 എന്നും പെയർ 2 എന്നും തന്നേക്കുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡെഫിനിഷനിൽ തന്നെ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് പൊസിഷൻ ഐസോമെറിസം എന്ന് ചോദിച്ചാൽ പറയണം, വെൻ 2 കോമ്പൗണ്ട് ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ബട്ട് ഡിഫർ ഇൻ ദ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. അവിടെ ഞാൻ തന്നിട്ടുണ്ട്, ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ആർ ഓൾസോ കൺസിഡർഡ് ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിപ്പോൾ തന്നെ പഠിച്ചോളണം. സോ അത് നമ്മൾ എന്ത് വിളിക്കും, പൊസിഷൻ ഐസോമെറിസം എന്ന് വിളിക്കും. ഓക്കെ അല്ലേ, പൊസിഷൻ ഐസോമെറിസം എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് പൊസിഷൻ ഐസോമെറിസം എന്ന് പറയുന്നത്. ഇവിടെ തോന്നുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, CH3 1 2 3 4 5. ഓക്കെ, 5ഉം ക്ലോറിനും. ഓക്കെ, അപ്പോൾ 1 ക്ലോറോ പെൻറ്റെയിൻ ആണ് ഇവിടെ തന്നേക്കുന്നത്. 1 ക്ലോറോ പെൻറ്റെയിൻ്റെ 2 പൊസിഷൻ ഐസോമർ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. 1 ക്ലോറോ പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ പെൻറ്റെയിനിൻ്റെ ഒന്നാമത്തതിൽ ക്ലോറിൻ, ഇനി പെൻറ്റെയിനിൻ്റെ രണ്ടാമത്തതിൽ ക്ലോറിൻ വന്നാൽ 2 ക്ലോറോ പെൻറ്റെയിൻ കിട്ടി, അതൊരു പൊസിഷൻ ഐസോമർ ആണ്. മൂന്നാമത്തതിലാണ് ക്ലോറിൻ വന്നിരുന്നതെങ്കിൽ 3 ക്ലോറോ പെൻറ്റെയിൻ കിട്ടി, അതും ഒരു പൊസിഷൻ ഐസോമർ ആണ്. ബുദ്ധിമുട്ടുണ്ടോ, ഒന്നാമത്തെ വന്നപ്പോൾ 1 ക്ലോറോ, രണ്ടാമത്തെ വന്നപ്പോൾ 2 ക്ലോറോ, മൂന്നാമത്തെ വന്നപ്പോൾ 3 ക്ലോറോ, ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് 2 ക്ലോറോ ആവും. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇതാണ് എന്ത്, പോസിബിൾ ആയിട്ടുള്ള 2 ഐസോമർ എന്ന് പറയുന്നത്, ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, പെൻറ്റ് 2 1ൻ്റെ 2 ഐസോമർ എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. നോക്കി, ഇതാണ് പെൻറ്റ് 2 1. പെൻറ്റ് 2 1 എന്ന് പറയുമ്പോൾ എന്തുവാണെന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഒറ്റയ്ക്ക് വന്നവൻ. ഓക്കെ, ഒറ്റയ്ക്ക് വന്നവനൊക്കെ ഓർമ്മയുണ്ടാവും, ഡബിൾ ബോണ്ട് ഓ. ഓക്കെ, ഇവിടെ നോക്ക്, CH3 C, ഇവിടുന്ന് ഡബിൾ ബോണ്ടായിട്ടാണ് ഈ O നിൽക്കുന്നത്, CH2 CH2 CH3. അപ്പോൾ എന്തുവാണ്, രണ്ടാമത്തതിലാണ് ഓക്സിജൻ വന്നിട്ടുള്ളത്. സോ പെൻറ്റ് 2 1 എന്ന് പറഞ്ഞു. പെൻറ്റ് 2 1 1. ഇനി നമുക്ക് മറ്റൊരു ഐസോമർ എന്ത് എടുക്കാൻ പറ്റും, പെൻറ്റ് 2ലാണെങ്കിൽ 3ലാണ് ഡബിൾ ബോണ്ട് O വന്നതെങ്കിൽ 1 2 3 പെൻറ്റ് 3 1. അപ്പോൾ ഡബിൾ ബോണ്ട് O, നമ്മുടെ C ഡബിൾ ബോണ്ട് O എന്താണെന്നുള്ള ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഈ പറയുന്നതിൽ എന്ത് പറ്റി, ഇവിടെ ആണെങ്കിൽ എന്ത് പറ്റി, രണ്ടാമത്തെ പൊസിഷനിൽ വന്നു, ഇവിടെ ആണെങ്കിൽ എന്ത് പറ്റി, മൂന്നാമത്തെ പൊസിഷനിൽ വന്നു. സോ ഇതും എന്താണ്, 2 പൊസിഷൻ ഐസോമർ ഓഫ് പെൻറ്റ് 2 1 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെയിമായ മോളിക്കുലർ ഫോർമുലയും വ്യത്യസ്തമായ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടിയും ഉണ്ടാകും. അത് ചെയിൻ ഐസോമെറിസം ആണെങ്കിൽ കാർബൺ ചെയിനിൻ്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണമാണ് ഉണ്ടാകുന്നത്. എന്നാൽ പൊസിഷൻ ഐസോമെറിസം ആണെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ കാണുന്നു എന്ന പൊസിഷൻ, 2 ചെയിനിലെയും ഫങ്ഷൻ ഗ്രൂപ്പ് സെയിം ആളായിരിക്കണം. ആ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വന്നേക്കുന്ന ആളുടെ പൊസിഷനിൽ വരുന്ന മാറ്റമാണ് കാരണമെങ്കിൽ അത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം, അല്ലെങ്കിൽ അത് നമ്മൾ പൊസിഷൻ ഐസോമെറിസം എന്ന് വിളിക്കും. ഈ പൊസിഷൻ ഐസോമെറിസത്തിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടിനെയും നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പോലെ കൺസിഡർ ചെയ്യാൻ മറന്നു പോകരുത്. അത് കഴിയുമ്പം തീർന്നു. ഇനി വരുന്നത് ഫങ്ഷണൽ ഐസോമെറിസവും മെറ്റാമെറിസവുമാണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ തന്നെ കൺഫ്യൂഷനായി കാണും. ഇവിടെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും വലിയ റീസൺ നിങ്ങൾക്ക് നെയിമിങ് നേരെ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. നെയിമിങ് ഞാൻ ഈ പെട്ടെന്ന് നിന്ന് പറഞ്ഞു പോയപ്പോൾ ഞാൻ ഈ പേരുകൾ വന്ന രീതി ഓരോന്നിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നില്ല, വീഡിയോയുടെ ലെങ്ത് വെറുതെ കൂട്ടണമെന്ന് വെച്ചിട്ടാണ്.
സോ ഓരോ പേരും വന്നതെങ്ങനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ആ പറഞ്ഞ കാര്യം തലയിൽ കയറും. കാരണം പൊസിഷൻ ഐസോമെറിസം അത്ര സിമ്പിളാണ്. പക്ഷേ പേര് എഴുതാൻ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇനി ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പേര് എഴുതുന്ന കാര്യം ഫുൾ ഒന്നുകൂടെ കണ്ട് ഉറപ്പായിട്ട് പഠിച്ചിട്ട് വേണം വരാൻ. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് അതോടെ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. അപ്പോൾ അതുവരെ ബൈ ബൈ.